നമസ്കാരം. മലപ്പുറത്തിന്റെ എല്ലാ ദിവസവും വാർത്തകളാൽ സമ്പന്നമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമുക്ക് ചുറ്റുമുണ്ടായ പ്രധാന സംഭവങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധ ക്ഷണിക്കുന്നു. സ്വാഗതം വീക്കെൻഡിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക്. മഴക്കാലവും കൊണ്ട് ജൂൺ മാസം എത്തിയതോടെ അവധിക്കാലത്തിന് അവസാനമായി. അറിവിന്റെ മധുരം നുകരാൻ കുരുന്നുകൾ അക്ഷരമുറ്റത്തെത്തിയ വാർത്തയായിരുന്നു പോയ വാരം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വാർത്ത. നവാഗതരെ സ്വീകരിക്കാൻ വിദ്യാലയങ്ങൾ വൻ ഒരുക്കങ്ങളാണ് നടത്തിയത്. പതിവ് കാഴ്ചയായ കരച്ചിലിന് വിട നൽകാതെയാണ് ഇക്കുറിയും പല കുരുന്നുകളും വിദ്യാലയങ്ങളിൽ എത്തിയത്. സ്കൂളിൽ നിന്ന് ബലൂണും തൊപ്പിയും മിഠായിയും കിട്ടിയതോടെ ഭൂരിഭാഗം പേരും ഹാപ്പി. എന്നാൽ ഇതിലൊന്നും വീഴാതെ രക്ഷിതാക്കളുടെ ഒപ്പം ചില കുട്ടികളും. ഇതോടെ രക്ഷിതാക്കൾക്കും ആദ്യ ദിനം 1ാം ക്ലാസ്സിൽ പ്രവേശനം നൽകി. ഇതേസമയം മറ്റു ചിലരാകട്ടെ പുതിയ കൂട്ടുകാരെ കിട്ടിയ സന്തോഷത്തിലും. പലരും പുതിയ കൂട്ടുകാരോട് മിണ്ടാൻ മടിച്ചെങ്കിലും പിന്നീട് എല്ലാം ഓക്കെയായി. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് ഓരോ സ്കൂളും സംഘടിപ്പിച്ചത്. മലപ്പുറം AUP സ്കൂളിലാകട്ടെ കളർ പേപ്പറും ഹൈഡ്രജൻ ബലൂണും വാനിൽ പറത്തിയാണ് നവാഗതരെ വരവേറ്റത്. പ്രവേശനോത്സവത്തിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം മലപ്പുറം GLP സ്കൂളിൽ നഗരസഭാ അധ്യക്ഷ വി റിനിഷ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇവിടെ കൂടുതലിരിക്കുന്നത് അമ്മമാരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായി ഇരുന്ന മക്കൾ നിങ്ങളൊരു സ്കൂളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരുടെ സെക്കൻഡ് ഹോം എന്ന് വിശേഷിപ്പിക്കുന്ന സ്കൂളിലേക്ക് മറ്റൊരു അമ്മയെ ഏൽപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ടീച്ചറെ നിങ്ങൾ ഏൽപ്പിക്കുകയാണ്. അവരുടെ ആദ്യത്തെ അധ്യാപിക എന്ന് പറയുന്നത് അമ്മയാണ്. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ അബിത എട്ടുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹാരിസ് ആമിയൻ, വാർഡ് കൗൺസിലർ യമുന, HM ഇൻചാർജ് മുനീറ എന്നിവരും സംസാരിച്ചു. പ്രവേശനോത്സവത്തിന്റെ സന്തോഷ കാഴ്ചകൾക്കിടയിലും മലപ്പുറത്തെ പാങ് സ്കൂളിൽ വേദന തളം കെട്ടി കിടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. തമിഴ്നാട്ടിലെ വാൽപ്പാറ പൊള്ളാച്ചി ചുരം റോഡിലുണ്ടായ വാഹനാപകടത്തിൽ അധ്യാപകരെയും ജീവനക്കാരെയും നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും ഇപ്പോഴും മുക്തരാകാത്ത പാങ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തെ കണ്ണീരോടെയും ഒപ്പം അതിജീവനമെന്ന പ്രതീക്ഷയോടെയുമാണ് വരവേറ്റത്. പ്രവേശനോത്സവത്തിൽ സ്കൂൾ അങ്കണത്തിൽ ഒരേ സമയം ദുഃഖവും പ്രതീക്ഷയും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. പ്രവേശനോത്സവത്തിന് സ്കൂളിലേക്ക് എത്തിയ കുട്ടികളൊക്കെ ആദ്യമൊന്ന് അമ്പരന്നു. കാരണം സ്കൂളിന്റെ കെട്ടുമട്ടും എല്ലാം മാറിയിട്ടുണ്ട്. ആകെ ഒരു പുതുമോടി. കയ്യിൽ നിറയെ സമ്മാനങ്ങളുമായാണ് കുട്ടികളെ സ്വീകരിച്ചത്. ഗായകൻ അതുൽ നരുകരയുടെ സാന്നിധ്യവും കുട്ടികൾക്ക് ആവേശമായി. പിന്നാലെ പാട്ടും കളികളും. ഓർമ്മയായ അധ്യാപകർക്ക് പകരമായി എത്തിയവർ നേരത്തെ തന്നെ കുട്ടികളെ അവരുടെ വീടുകളിലെത്തി പരിചയപ്പെട്ടിരുന്നു. പുതിയ അധ്യാപകർ സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് കുട്ടികളെ സ്വീകരിച്ചു. മാനസികമായി തകർന്ന കുട്ടികൾക്കും സഹ അധ്യാപകർക്കും പരമാവധി മാനസികോല്ലാസം നൽകുന്നതായിരുന്നു ഈ പ്രവേശനോത്സവം. നാട്ടുകാരൻ അബ്ദുൾ അസീസ് വിട്ടു നൽകിയ ഭൂമിയിൽ കളിസ്ഥലവും ക്രമീകരിച്ചതോടെ കുട്ടികളെല്ലാം പുതിയ സ്കൂളിന്റെ ഭാഗമായി. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം കേരളത്തിൽ ഉൾപ്പെടെ ചർച്ചയായതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചർച്ചയായ വിഷയത്തിന്റെ പ്രസക്തി ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. വഖഫ് ഭൂമിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്ന വഖഫ് സംരക്ഷണ സമിതി കഴിഞ്ഞ ആഴ്ച ആവശ്യപ്പെട്ടിരുന്നു. കയ്യേറ്റത്തെ ന്യായീകരിക്കരുതെന്നും സമിതി ഭാരവാഹികൾ മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞകാല വഖഫ് രേഖകളും പരമോന്നത കോടതി വരെയുള്ള നിയമവിധികളും മുനമ്പം വഖഫ് സ്വത്താണെന്നും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും പറയുമ്പോൾ മുഖ്യമന്ത്രി നേരത്തെയുള്ള രാഷ്ട്രീയക്കാരനായ പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്നും മാറി നിന്ന് പ്രശ്നപരിഹാരത്തിന് നീതിപൂർവ്വം വഴിയൊരുക്കണമെന്ന് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. വഖഫ് അമെന്റ്മെന്റ് ആക്ട് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുപോകുന്ന പാർലമെന്റിൽ അവതരിപ്പിച്ച നിയമപ്രകാരം എല്ലാ വഖഫ് ഭൂമികളും അതിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള നിബന്ധന അടിസ്ഥാനത്തിൽ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് സുപ്രീം കോടതി നൽകിയ ഡേറ്റ് 17-ാം തീയതിയാണ്. 17-ന് മുമ്പ് അതിൽ അപ്ലോഡ് ചെയ്തുള്ളതാണ്. 16 അപ്ലോഡ് ചെയ്ത് 17-ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ആകത്തുക, ഇതിന്റെ പ്രശ്നം. അപ്പൊ ഇതിന് വേറെ രീതിയിലൂടെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതൊന്നും അംഗീകരിക്കാൻ പാടില്ല നിലവിലെ സർക്കാർ എന്നാണ് പറയാം. സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി 1950-ൽ പറവൂർ സ്വദേശി ഹാഷിം സേട്ടു മകൻ മുഹമ്മദ് സിദ്ദിഖ് സേട്ടു 404.76 ഏക്കർ കണ്ണായ മുനമ്പം എസ്റ്റേറ്റ് ഫറൂഖ് കോളേജ് കമ്മിറ്റിക്ക്
2115/50 നമ്പറായി വഖഫ് ചെയ്തത്. ജനവാസം കുറഞ്ഞതിനാലും വളച്ചുകെട്ടി സുരക്ഷിതമാക്കുന്നതിൽ വീഴ്ച വന്നതിനാലും പുറമ്പോക്ക് എന്ന് കരുതി പ്രദേശത്തെ മുഖ്യ ക്രിസ്ത്യാനികൾ കയ്യേറിയതും തുടർന്ന് പലവട്ടം വിൽപ്പന നടത്തി കൈവശമുറപ്പിച്ചതുമാണ്. വഖഫിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്വത്തിന്റെ രേഖകൾ ഇന്നത്തെ കസ്റ്റോഡിയനായ വഖഫ് ബോർഡ് കേന്ദ്ര സർക്കാരിന്റെ ജീത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുനമ്പം എസ്റ്റേറ്റ് സർവേ ചെയ്ത് സമഗ്ര അന്വേഷണം നടത്തുക, യഥാർത്ഥ കൂടിക്കിടപ്പുകാരെ കണ്ടെത്തണമെന്നും സമിതി ഭാരവാഹികളായ KP ഇസ്മായിൽ, അബ്ദുൾ ഖാദർ കാരന്തൂർ, K ആലിക്കോയ, TP അബ്ദുൾ മജീദ്, K ഷാഹുൽ ഹമീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മഞ്ചേരി സ്വദേശിനിയായ സുഹറയുടെ വിശേഷമാണ് വീക്കെൻഡിൽ അടുത്തതായി. എവറസ്റ്റ് കീഴടക്കി മലയാളിക്കൊട്ടാകെ അഭിമാനമായിരിക്കുകയാണ് മഞ്ചേരി സ്വദേശിനിയായ സുഹറ. എവറസ്റ്റ് കീഴടക്കിയ 3ാമത്തെ മലയാളി വനിത എന്ന നേട്ടമാണ് സുഹറ സ്വന്തമാക്കിയത്. ഒപ്പം ഈ വർഷം നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ മലയാളിയുമാണ് അവർ. സ്കൂൾ പഠനകാലം മുതൽ തന്നെ കായിക മേഖലയോടും ട്രക്കിങ്ങിനോടും താല്പര്യം പ്രകടിപ്പിച്ച സുഹറ വിവാഹശേഷവും അമ്മയായപ്പോഴും പുതിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നെഞ്ചിലേറ്റി. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സുഹറ 2017 മലകളോട് മല്ലയുദ്ധം പ്രഖ്യാപിച്ചത്. ഭർത്താവ് സിറാജിന്റെ നാടായ വയനാട്ടിലെ മലനിരകളുമായിരുന്നു പ്രചോദനം. വയനാട് അനുഭവം വലിയ ഉയരങ്ങൾ തേടാനുള്ള ആവേശം സമ്മാനിച്ചു. എഞ്ചിനീയറായ ഭർത്താവ് സിറാജിനൊപ്പം ബംഗളൂരുവിൽ താമസമാക്കിയതോടെ പർവ്വതാരോഹണ പരിശീലനങ്ങൾ കൂടുതൽ സജീവമായി. 8848.86 മീറ്റർ ഉയരമാണ് സുഹറ കീഴടക്കിയത്. ആധുനിക സാങ്കേതികതയും ഉപകരണങ്ങളും ദൗത്യത്തെ ശാസ്ത്രീയമായി ഏറ്റെടുക്കാൻ സഹായമാക്കുന്നുണ്ടെങ്കിലും കാലാവസ്ഥയുടെ അസ്വാഭാവികത മുമ്പത്തേക്കാൾ എവറസ്റ്റ് ദൗത്യത്തെ കഠിനമാക്കുന്നു. തനിക്കും യാത്രക്കിടയിൽ ഇത്തരം ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടായതായി സുഹറ പറഞ്ഞു. അങ്ങനെ സ്കിൽസ് സ്ലോലി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ക്ലൈംബിങ്ങിലോട്ട് സ്വിച്ച് ചെയ്ത് കുറേ വർഷം ലഡാക്കിലും നേപ്പാളിലും ഒക്കെ ആയിട്ട് ഒരുപാട് ക്ലൈംബ് ചെയ്തു. അതിനുശേഷമാണ് എവറസ്റ്റിലോട്ടുള്ള യാത്ര തുടങ്ങുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ ഒരു 2021 എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഒരു കാലാപത്രം എന്നുള്ളൊരു പോയിന്റിൽ ഞാൻ ഫസ്റ്റ് എവറസ്റ്റിൻ്റെ മുകളിലൊരു സൺറൈസ് കണ്ടു. അവിടെ നിന്നാണ് ഇതിനൊക്കെ തുടക്കം. അവിടെ നിന്നാണ് ആലോചന വരുന്നത്, ഓക്കെ ഇത്രയും ഭംഗിയുള്ള സൺറൈസ് ഇവിടുന്ന് എനിക്ക് കാണാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റിൽ നിന്ന് അതല്ലെങ്കിൽ എവറസ്റ്റിൻ്റെ മുകളിൽ നിന്ന് അതിനേക്കാളും ഭംഗിയായിരിക്കും എന്നുള്ള മനസ്സിലൊരു തോട്ട് വന്നത് അങ്ങനെയാണ്. അതിനുശേഷമാണ് ക്ലൈംബിങ്ങിലോട്ട് മെല്ലെ സ്വിച്ച് ചെയ്ത് അത് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ക്യാമ്പ് 1 എത്താൻ കുംഭു ഹിമനദി കടക്കേണ്ടതുണ്ട്. അവിടെ വലിയൊരു മഞ്ഞുകട്ട ട്രക്കിംഗ് ബുദ്ധിമുട്ടാക്കി. തുടർന്ന് ഒരാഴ്ചയോളം ബേസ് ക്യാമ്പിൽ കുടുങ്ങി. കഴിഞ്ഞ സമ്മിറ്റിംഗ് സീസണിൽ എവറസ്റ്റ് ആരോഹണത്തെ അവസാനഘട്ടമായ ക്യാമ്പ് 4 എത്തി നിൽക്കവേ മോശം കാലാവസ്ഥ കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നു. ഈ വർഷം എലൈറ്റ് എക്സ്പെഡിഷൻ ഏജൻസിക്കൊപ്പമായിരുന്നു യാത്ര. നേപ്പാൾ ഭാഗത്തുകൂടി ഒറ്റ ദിവസം കൊണ്ടാണ് സുഹറയും കൂട്ടുകാരും ദൗത്യം പൂർത്തിയാക്കിയത്. 3 ഇന്ത്യക്കാരടക്കം സംഘത്തിലെ 274 പേർ ലക്ഷ്യം കണ്ടു. ഏകദേശം 40 ലക്ഷത്തോളം രൂപ എവറസ്റ്റ് പര്യവേഷണത്തിനായി ചെലവായിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളായ എമിർ, എഹാബ് മക്കളാണ്. മഞ്ചേരി വല്യാട്ടുപറമ്പ് തുഷാരയിൽ റിട്ടയർഡ് PWD എഞ്ചിനീയർ അബ്ദുൾ ജലീലിന്റെയും റിട്ടയർഡ് നഴ്സിംഗ് ഓഫീസർ ആയിഷ ബിയുടെയും മകളാണ്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ കെട്ടിട നിർമ്മാണ മേഖലയ്ക്ക് ഇരട്ട പ്രഹരമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ വില വർദ്ധിപ്പിച്ച സംഭവം. 1200 രൂപ മുതൽ 1400 രൂപ വരെ വേണമെന്നാണ് തൊഴിലാളികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇത് പല കരാറുകാർക്കും താങ്ങാവുന്നതിലും അധികമായതോടെ കടുത്ത പ്രതിസന്ധിയാണ് ഈ മേഖല നേരിടുന്നത്. തൊഴിലാളികളുടെ കൂലി കൂട്ടേണ്ടി വന്നാൽ കരാറുകാർക്കും തുക വർദ്ധിപ്പിക്കേണ്ടി വരും. ഇത് സാധാരണക്കാരുടെ വീടുപണിയെ ഉൾപ്പെടെ ബാധിക്കുമെന്ന ആശങ്കയുള്ള വാർത്തയും നമ്മൾ പോയ വാരം കണ്ടു. റിപ്പോർട്ടിലേക്ക് 800 രൂപ മുതൽ 900 രൂപ വരെയാണ് കെട്ടിട നിർമ്മാണ മേഖലയിൽ സാധാരണ തൊഴിലാളികൾക്ക് കൂലിയായി നൽകിയിരുന്നത്. ഇതാണിപ്പോൾ പകുതിയിലധികം വർധനവ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. 1200 രൂപ മുതൽ 1400 രൂപ വരെ ഇപ്പോൾ തൊഴിലാളികൾ കൂലി കൂട്ടി ചോദിക്കുന്നുണ്ട്. കെട്ടിടം പണി കരാറെടുക്കുന്ന പല ചെറുകിട കരാറുകാർക്കും ഈ കൂലി വർധനവ് താങ്ങാനാകില്ല. തർക്കമുള്ള മറ്റിടങ്ങളിൽ ചർച്ചയിലൂടെ നിശ്ചയിച്ച പരമാവധി കൂലിയുണ്ട്. ആ സമ്പ്രദായം എല്ലായിടത്തും കൊണ്ടുവരണമെന്നാണ് കരാറുകാരുടെ ആവശ്യം. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ച് ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ തന്നെ കരാറുകാർ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. കൽപ്പണിക്കാരന് 1100 രൂപയും ഹെൽപ്പർക്ക് 950 രൂപയുമായി നിശ്ചയിക്കണമെന്നും കൂലി കൂട്ടുന്നത് കരാർ മേഖലയെ ബാധിക്കുമെന്നാണ് ബോർഡിലുള്ളത്. കൂലി വർദ്ധിച്ചാൽ കരാറുകാർക്ക് നിരക്ക് ഉയർത്തേണ്ടി വരുമെന്നും ബോർഡിലുണ്ട്. ലേബർ ഏജന്റുമാരാണ് ഇതുവരെ അന്തർ സംസ്ഥാന തൊഴിലാളികളെ ജോലിക്കായി വിവിധ ഇടങ്ങളിലേക്ക് അയച്ചിരുന്നത്. എന്നാൽ മിക്ക തൊഴിലാളികളും ഇപ്പോൾ ഏജന്റുമാരെ ഒഴിവാക്കി കൂലി സ്വയം നിശ്ചയിച്ചു തുടങ്ങി. ഇതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. കാലവർഷം ശക്തി പ്രാപിക്കും മുമ്പ് തീർക്കേണ്ട കെട്ടിട നിർമ്മാണം, റോഡ് പണി എന്നിവയ്ക്ക് വർദ്ധിച്ച വേതനം നൽകിയാണ് തൊഴിലാളികളെ വിളിക്കുന്നത്.
ഇവർക്ക് കൂലി വർദ്ധിപ്പിക്കുമ്പോൾ തദ്ദേശീയ തൊഴിലാളികളും കൂലി കൂട്ടിച്ചോദിക്കും. ഇനി ഇവരെ ഒഴിവാക്കണമെന്ന് വച്ചാലും പകരം തദ്ദേശീയ തൊഴിലാളികളെ കിട്ടാനില്ല എന്ന സ്ഥിതിയുമുണ്ട്. സമയത്തിന് ജോലി തീരില്ല എന്ന പ്രതിസന്ധി വേറെയും. ചുരുക്കത്തിൽ കരാറെടുത്ത ഒരു കരാറുകാരന് നഷ്ടമില്ലാതെ പണി പൂർത്തിയാക്കാനാകാത്ത സ്ഥിതിയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ പൊരിവെയിലത്ത് നിർത്തിയെന്ന പരാതിയും നമ്മൾ പോയ വാരം കണ്ടു. BRC ഉദ്യോഗസ്ഥർക്കെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു. താനൂർ BRC ഓഫീസ് പൂട്ടിയായിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കാളംതുരുത്തി ബദൽ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളോട് അധ്യാപകർ അവഗണന കാട്ടിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ആ റിപ്പോർട്ട് കൂടി. പ്രവേശനോത്സവ ദിനത്തിൽ ആദ്യമായി വിദ്യാലയത്തിലെത്തിയ പിഞ്ചു കുഞ്ഞുങ്ങളെ അധ്യാപകർ വൈകിയെത്തിയതിനെ തുടർന്ന് മണിക്കൂറുകളോളം സ്കൂൾ ഗേറ്റിന് പുറത്തും വെയിലത്തും നിർത്തിയെന്ന പരാതിയിലാണ് യൂത്ത് ലീഗ് പ്രതിഷേധിച്ചത്. കാളംതുരുത്തി ബദൽ വിദ്യാലയത്തെ ചൊല്ലിയാണ് വിവാദം. ഇതേ തുടർന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ താനൂർ BRC ഓഫീസ് പൂട്ടി പ്രതിഷേധിക്കുകയായിരുന്നു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് താനൂർ ശോഭാപറമ്പിനടുത്തുള്ള BRC ഓഫീസിലെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം തുടങ്ങി. 10-ന് ഓഫീസിലെത്തിയ ഉദ്യോഗസ്ഥരെ പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. കുട്ടികളെ രാവിലെ 10:49 വരെ ഗേറ്റിന് പുറത്തു നിർത്തിയതിനാൽ അതേസമയം വരെ ഉദ്യോഗസ്ഥരെയും ഓഫീസിന് പുറത്തു നിർത്തുമെന്ന് സമരക്കാർ നിലപാടെടുത്തു. ഞങ്ങൾ അവിടെ അപ്പുറത്ത് കസാലിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഓഫീസ് കൃത്യമായി പൂട്ടുകയും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയും AEOനെ അറിയിച്ചു, DDനെ അറിയിച്ചു, അതുമായി DOനെ അറിയിച്ചു, പോലീസിന്റെ CI SI ഉൾപ്പെടെയുള്ള എല്ലാ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ അറിയിച്ചു ഈ വിഷയത്തിൽ കൃത്യമായി. കാരണം ഞങ്ങളുടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾക്കുണ്ടായ പ്രയാസത്തിൽ നടപടി വേണം, കുറ്റക്കാർക്കെതിരെ നടപടി വേണം. എന്നാൽ ഇതിന്റെ മേൽ അതോറിറ്റിയിലുള്ള ആളുകൾ അത് മുഖവിലക്കെടുക്കാനേ തയ്യാറല്ല. ഇനിയും ആ നടപടി തുടരും എന്നുള്ള അവസ്ഥയിലുള്ള നടപടികളുമായാണ് അവർ മുന്നോട്ട് പോയത്. തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അവസാനം ഇനി ഇങ്ങനെ ഒരു ഓഫീസ് മേലുദ്യോഗസ്ഥർക്ക് ഇവിടെ ഇല്ല എങ്കിൽ ആ ഓഫീസ് എന്തിന് പ്രവർത്തിക്കണം? ഞങ്ങൾ ഫയലുകളൊക്കെ ഞങ്ങൾ ഒഴിവാക്കി തരാം. പോലീസ് എത്തിയെങ്കിലും പ്രതിഷേധം തുടർന്നു. വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തുകയോ നടപടിയെക്കുറിച്ച് ഉറപ്പ് നൽകുകയോ ചെയ്യാത്തതിനെ തുടർന്ന് പ്രവർത്തകർ ഓഫീസിനുള്ളിൽ കയറി പ്രതിഷേധം ശക്തമാക്കി. സമരത്തിന്റെ ഗൗരവം വർദ്ധിച്ചതോടെ DYSP നേരിട്ട് ഇടപെട്ട് ചർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കാൻ ശ്രമിച്ചെങ്കിലും നടപടിയെന്ന ഉറപ്പ് ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലായിരുന്നു യൂത്ത് ലീഗ് നേതൃത്വം. ഒടുവിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഞങ്ങളെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ, ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിഷയമാണ് സാർ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ഇതില്ലാതെ വരാൻ കഴിയില്ല. അതുവരെ BRC ഉദ്യോഗസ്ഥർ പുറത്തു നിൽക്കേണ്ടി വന്നു. വിദ്യാഭ്യാസ വകുപ്പിനെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് കാളംതുരുത്തിയിലെ സംഭവമെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ തിരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് E. റസാഖ് പറഞ്ഞു. മണ്ഡലം ഭാരവാഹികളായ KK റഹീം, PK സൽമാൻ, ഹക്കീം മൂച്ചിക്കൽ, അഡ്വക്കേറ്റ് CMA അനസ്, അബ്ബാസ് പനയത്തിൽ, VT അനീസ് എന്നിവർ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും KT ജലീൽ CPM അംഗത്വമെടുത്ത സംഭവം കഴിഞ്ഞ ആഴ്ചയുണ്ടായി. സഹയാത്രികനല്ല, ഇനി പാർട്ടിയുടെ ഭാഗമെന്നായിരുന്നു KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്റെ പൊതുജീവിതത്തിൽ വലിയ താങ്ങും തണലും നൽകിയ പാർട്ടിയാണ് CPM തുടങ്ങി വലിയ തരത്തിൽ പാർട്ടിയെ പിന്തുണച്ചുള്ള പോസ്റ്റിലൂടെയാണ് KT ജലീൽ താൻ അംഗത്വം സ്വീകരിച്ചെന്ന വാർത്ത പൊതുജനങ്ങളെ അറിയിച്ചത്. പിണറായി വിജയൻ നയിച്ച 2 സംസ്ഥാന ജാഥയിലും ഗോവിന്ദൻ മാസ്റ്റർ നയിച്ച ഒരു ജാഥയിലും ഈയുള്ളവനെ അംഗമാക്കിയ CPM എന്നിൽ അർപ്പിച്ച വിശ്വാസം വളരെ വലുതാണ്. ഒരാളുടെയും പിന്നാലെ നടക്കാതെയും ഒരാളെ കൊണ്ടും ശുപാർശ ചെയ്യിക്കാതെയും മലപ്പുറം ജില്ലയിൽ നിന്ന് തുടർച്ചയായി 4 പ്രാവശ്യം MLAയും 5 വർഷം മന്ത്രിയുമാക്കിയ പാർട്ടിയോട് എക്കാലവും ഞാൻ കടപ്പെട്ടിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തെ തുടർന്ന് വിമർശന ശരങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്ന CPM വലതുപക്ഷ പിന്തിരിപ്പന്മാരാലും വർഗീയ ശക്തികളാലും നഖശിഖാന്തം എതിർക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വർഗീയതയ്ക്കെതിരെ ആശയരംഗത്തും കർമ്മമേഖലയിലും അക്ഷരാർത്ഥത്തിൽ പൊരുതി നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. കാപട്യക്കാരും അഭിനേതാക്കളും കളം നിറഞ്ഞാടുന്ന സമകാലിക രാഷ്ട്രീയത്തിൽ ജീവിത സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയ ശൈലി പിന്തുടരുന്നതുകൊണ്ട് മാത്രം വിമർശിക്കപ്പെടുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ. ഇതര രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും പ്രവർത്തകരുമായും തുലനം ചെയ്യുമ്പോൾ നാട്ടുകാരെ പറ്റിക്കാതെ ധാർമ്മിക ബോധം സ്വജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് മഹാഭൂരിഭാഗം കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പ്രവർത്തകരുമെന്ന് അദ്ദേഹം കുറിച്ചു. മതങ്ങളുടെയും മതചിഹ്നങ്ങളുടെയും പവിത്രത ജീവിതത്തിൽ പകർത്താതെ അവയെ ചൂഷണോപാധിയാക്കി സാധാരണ ജനങ്ങളെ പറ്റിച്ച് ധനസമ്പാദനം നടത്തുകയും അധികാരം കൈയാളുകയും ആഡംബരത്തിൽ ആറാടുകയും ചെയ്യുന്ന വിദ്വേഷ പ്രചാരകരോടുള്ള വിയോജിപ്പ് കൂടിയാണ് എന്റെയും സഹധർമ്മിണിയുടെയും പാർട്ടി പ്രവേശം. പ്രസ്ഥാനത്തിന്റെ സമൃദ്ധകാലത്ത് ഏത് പാർട്ടിയിൽ ചേരാനും ഒരുപാട് പേർ കാണും. എന്നാൽ പാർട്ടി വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ
പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന നിസ്വാർത്ഥരായ ലക്ഷക്കണക്കിന് സഖാക്കൾക്കൊപ്പം അവരിൽ ഒരാളായി നിൽക്കാതെ മാറി നിന്നാൽ സമൂഹത്തോട് ചെയ്യുന്ന കൊടിയ അപരാധമാകുമത്. എല്ലാ ജാതി മതസ്ഥരും അടങ്ങുന്ന കൂട്ടായ്മയിൽ അണിചേരുക എന്നത് ഓരോ മനുഷ്യസ്നേഹിയുടെയും ജീവിതധർമ്മമാണെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ആ മഹത്തായ ദൗത്യമാണ് പാർട്ടി അംഗങ്ങളാകുന്നതിലൂടെ സഫലമാകുന്നതെന്നും അദ്ദേഹം കുറിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര. അത് KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചത് വലിയ വാർത്തയായിരുന്നു. ഫാസ്റ്റ് പാസഞ്ചർ മുതലുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത് അപ്രായോഗികമാണെന്ന് KSRTC വിദഗ്ധ സമിതി വിലയിരുത്തുന്നതിനെ തുടർന്നായിരുന്നു തീരുമാനം. റിസർവേഷൻ സൗകര്യമുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് സർവീസ് രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിനാലാണ് പദ്ധതി ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കാൻ നിർദ്ദേശമുയർന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ടിക്കറ്റ് വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടം സർക്കാർ നികത്തും. ഇതിനായി പ്രതിമാസം ഏകദേശം 90 മുതൽ 100 കോടി രൂപ വരെ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്ക്. നിലവിൽ ശമ്പളത്തിനും പെൻഷനുമായി സർക്കാർ നൽകുന്ന 80 കോടി രൂപയ്ക്ക് പുറമെയാണിത്. കോവിഡിനു മുൻപ് പ്രതിദിനം 35 ലക്ഷത്തോളം പേർ യാത്ര ചെയ്തിരുന്ന KSRTCയിൽ നിലവിൽ അത് 20 മുതൽ 25 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. സൗജന്യ യാത്ര വരുന്നതോടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകുമെന്ന് KSRTC പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചത് പ്രകാരം ജൂൺ 15-ന് പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിലുണ്ടായേക്കും. ഭാവിയിൽ മറ്റ് സർവീസുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്ന കാര്യം സർക്കാർ പിന്നീട് തീരുമാനിക്കും. കേരള വിഷൻ ഗ്രൂപ്പിന്റെ 2030ലേക്കുള്ള വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംഘടിപ്പിച്ച മിഷൻ 30 സമ്മിറ്റ് പൂർത്തിയായതും ഈ പോയ വാരമായിരുന്നു. കേബിൾ TV ബ്രോഡ്ബാൻഡ് രംഗങ്ങളിൽ കേരളത്തിൽ മാത്രമായി പ്രവർത്തിച്ചു വരുന്ന കേരള വിഷൻ ഇനി സഹകരണ രംഗം, ടൂറിസം, ബിൽഡിംഗ് മാനേജ്മെന്റ്, വിദ്യാഭ്യാസം, IT തുടങ്ങിയ കൂടുതൽ വിപുലമായ മേഖലകളിൽ രാജ്യവ്യാപകമായി പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുവാനാണ് മിഷൻ 30 പദ്ധതി വിഭാവനം ചെയ്യുന്നത്. മിഷൻ 30 പ്രൊജക്ട് പ്രപ്പോസൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ, ടെക്നോളജി അപ്ഗ്രേഡേഷൻ സംബന്ധിച്ച് ടെക്നിക്കൽ ഹെഡ് മനു മധുസൂദനൻ, TSP പദ്ധതികളെപ്പറ്റി കേരള വിഷൻ CTO ശ്രീരഞ്ജിത്ത് എന്നിവർ പ്രസന്റേഷനുകൾ നടത്തി. കേരള വിഷൻ ചെയർമാൻ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച കൺവെൻഷനുകളുടെ ഉദ്ഘാടനം COA പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി സുരേഷ് PB എന്നിവർ നിർവഹിച്ചു. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ മാനേജിംഗ് ഡയറക്ടർ ഗോവിന്ദൻ, കേരള വിഷൻ ടൂറിസം ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജ്യോതികുമാർ എന്നിവരും അതാത് മേഖലകളിലെ പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു. കേരള വിഷൻ കേബിൾ TV ഉപഭോക്താക്കൾക്ക് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള സ്റ്റാർ ചാനലുകൾ അധിക ചാർജുകളില്ലാതെ മൊബൈൽ ഫോണുകളിലും ലഭിക്കാവുന്ന TV എനിവർ ജിയോ സ്റ്റാർ പ്രതിനിധികൾ അവതരിപ്പിച്ചു. കേരള വിഷൻ MD അനിൽ മംഗലത്ത് പൊതുചർച്ചകൾ ഏകോപിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. കണ്ണൂർ, തൃശൂർ, എറണാകുളം, കൊല്ലം എന്നീ 4 കേന്ദ്രങ്ങളിലായാണ് മിഷൻ 30 സമ്മിറ്റിന്റെ സോണൽ മീറ്റുകൾ നടന്നത്. കേരള വിഷന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന പാർട്ട്ണർ കമ്പനികളിലെയും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും നേതൃനിരയിലുള്ള 300ഓളം പ്രതിനിധികൾ ഈ സോണൽ സമ്മിറ്റുകളിൽ പങ്കെടുത്തു. കേരള വിഷന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ 1 ഡസനോളം അനുബന്ധ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെ 150-ലേറെ പാർട്ട്ണർ കമ്പനികൾ പ്രാദേശിക ജില്ലാ തലങ്ങളിലെ ഉപഭോക്തൃ സേവനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നു. ഡിജിറ്റൽ കേബിൾ TV രംഗത്ത് 30 ലക്ഷം വരിക്കാരുമായി രാജ്യത്ത് 4ാമത്തെയും വയർഡ് ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളിൽ 15 ലക്ഷം ഉപഭോക്താക്കളുമായി രാജ്യത്തെ ഏറ്റവും വലിയ 5ാമത്തെയും സേവനദാതാവാണ് കേരള വിഷൻ. 2026-27 സാമ്പത്തിക വർഷത്തിൽ 1400 കോടി രൂപയുടെ വിറ്റുവരവാണ് കേരള വിഷന്റെ ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് തയ്യാറെടുക്കെ പേ ചാനലുകൾ നിരക്കുകളിൽ വൻ വർധനവ് വരുത്തിയതും പോയ വാരത്തിലായിരുന്നു. ഇതേ തുടർന്ന് കേബിൾ TV ഓപ്പറേറ്റർമാരും നിരക്ക് കൂട്ടാൻ നിർബന്ധിതരായിരിക്കുകയാണെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. എല്ലാ മേഖലയിലും ഉണ്ടായ വിലക്കയറ്റവും സർവീസ് ഉപകരണങ്ങളുടെയും മറ്റും വില വർധനവും കേബിൾ TV മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷും അറിയിച്ചു. പേ ചാനൽ നിരക്കുകൾ കമ്പനികൾ കുത്തനെ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കേബിൾ TV രംഗം അനിവാര്യമായി നിരക്ക് വർധനവിലേക്ക് എത്തിയിരിക്കുകയാണ്. പേ ചാനലുകൾ വൻതോതിൽ നിരക്ക് വർധന വരുത്തിയതാണ് വലിയ പ്രതിസന്ധി. എല്ലാ മേഖലയിലുമുണ്ടായ വിലക്കയറ്റവും സർവീസ് ഉപകരണങ്ങളുടെയും മറ്റും വിലവർധനവും മേഖലയ്ക്ക് തിരിച്ചടിയായ സാഹചര്യത്തിലാണ് കേബിൾ TV ഓപ്പറേറ്റർമാരും നിരക്ക് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായത്. ചാനൽ ബ്രോഡ്കാസ്റ്റർമാരുടെ പുതിയ തീരുമാനപ്രകാരം പേ ചാനലുകളുടെ നിരക്കുകൾ കമ്പനികൾ കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. ലോകം കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ആവേശം കൂടിയെത്തുന്ന സാഹചര്യത്തിൽ തടസ്സമില്ലാത്തതും മികച്ചതുമായ ദൃശ്യ ശ്രവ്യാനുഭവം
ഉപഭോക്താക്കളിലേക്ക് തുടർന്നും എത്തിക്കാൻ നിരക്ക് വർധനവിന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും നിർബന്ധിതരായിരിക്കുകയാണ്. പ്രതിസന്ധി മനസ്സിലാക്കി ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് എന്നിവർ അഭ്യർത്ഥിച്ചു. വീക്കെൻഡ് ഇനി അടുത്തയാഴ്ച. നമസ്കാരം.